നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന നീക്കം തടസ്സപ്പെട്ട നിലയിലാണ്. ഇതോടെ രാജ്യങ്ങൾ ആശങ്കയിലാണ്. ഇന്ധന ആവശ്യമടക്കം പരിഹരിക്കാൻ മാർഗം എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിനിടെ ഇന്ത്യയുടെ പക്കൽ ഏകദേശം 45 ദിവസത്തേക്ക് ആവശ്യമായ 10 കോടി ബാരൽ അസംസ്കൃത എണ്ണയുടെ ശേഖരമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായതോടെ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആശ്വാസ വാർത്ത. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 88% വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. ഇതിൽ പകുതിയോളം വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ 1/3 നടക്കുന്ന പ്രധാനപ്പെട്ട ഇടനാഴിയാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യയിലേക്കുള്ള സാധാരണ അസംസ്കൃത എണ്ണയൊഴുക്കിന്റെ ഏകദേശം 86% തടയപ്പെട്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളെ കനത്ത പ്രതിസന്ധിയിലേക്കാണ് ഈ സാഹചര്യം എത്തിച്ചിരിക്കുന്നത്. 700-ലധികം എണ്ണക്കപ്പലുകളാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ ഇരുവശത്തും നിർത്തിയിട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. മാർച്ച് 1-ന് 28 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി 3 ടാങ്കറുകൾ മാത്രമാണ് ഹോർമുസ് കടന്നുപോയത്. മാർച്ച് 2 ആയപ്പോഴേക്കും ഒരു ചെറിയ ടാങ്കറും ഒരു ചെറിയ ചരക്ക് കപ്പലും മാത്രമാണ് ഇതിലൂടെ പോയത്. ഹോർമുസ് അടച്ചതോടെ ഇന്ത്യയിലേക്കുള്ള എണ്ണ വരവ് സംബന്ധിച്ച പ്രതിസന്ധി ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ കൈവശം ഏകദേശം 100 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ശേഖരമുണ്ടെന്നാണ് പ്രമുഖ അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലർ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭരണ ടാങ്കുകളിലും തന്ത്രപരമായ ഭൂഗർഭ കരുതൽ ശേഖരങ്ങളിലും രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന കപ്പലുകളിലുമായിട്ടാണ് എണ്ണ ശേഖരമുള്ളത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണവരവ് തടസ്സപ്പെട്ടാൽ ഏകദേശം 40 മുതൽ 45 ദിവസത്തേക്ക് ആവശ്യകത നിറവേറ്റാൻ ഇത് പര്യാപ്തമാണെന്നും കെപ്ലർ റിപ്പോർട്ട് ചെയ്യുന്നു. അസംസ്കൃത എണ്ണയുടെ ആവശ്യകതയുടെ ഏകദേശം 88% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിൻ്റെ 50%-ലധികവും ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ഇന്ത്യയിലെത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം കൂടുതൽ കാലം തടസ്സപ്പെട്ടാൽ വലിയ പ്രതിസന്ധികളിലേക്ക് പോവുകയും പെട്രോൾ ഡീസൽ വിലയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാനും ഇടയുണ്ടെന്ന് കെപ്ലറിലെ ലീഡ് റിസർച്ച് അനലിസ്റ്റ് സുമിത് റിറ്റോളിയ പറഞ്ഞു. കരുതൽ ശേഖരങ്ങൾ ഹ്രസ്വകാലത്തേക്ക് മാത്രമുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതാണെന്നും ദീർഘകാലത്തെ വിതരണ തടസ്സം ഇത് പരിഹരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മംഗലാപുരം, പാടൂർ, വിശാഖപട്ടണം എന്നിവിടങ്ങളിലാണ് രാജ്യത്തെ പെട്രോളിയം റിസർവ് സൗകര്യങ്ങൾ ഉള്ളതെന്നും സുമിത് റിറ്റോളിയ പറഞ്ഞു. ഇറാൻ-US യുദ്ധത്തിന് പിന്നാലെ ക്രൂഡ് ഓയിലിന്റെ വില ഏകദേശം 10% ഉയർന്നിരുന്നു. കടൽ വഴിയുള്ള അസംസ്കൃത എണ്ണയുടെ കയറ്റുമതിയുടെ ഏകദേശം 1/3 ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഏകദേശം 20% ഹോർമുസ് എന്ന ഈ ഇടുങ്ങിയ കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ രാജ്യമാണ് ഇന്ത്യ. ഹോർമുസ് അടച്ചിടൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് ബദലായി ഇന്ത്യക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. പശ്ചിമാഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ വിതരണക്കാരെ കൂടാതെ റഷ്യൻ എണ്ണയും ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടി വരും. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ എത്തിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. US-ഉമായിട്ടുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി റഷ്യൻ എണ്ണയുടെ വാങ്ങൽ അവസാനിപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ US സുപ്രീം കോടതി ട്രംപിന്റെ ഉയർന്ന തീരുവകൾ റദ്ദാക്കിയതോടെ ഈ കരാറിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുകയാണെങ്കിൽ ട്രംപിന്റെ പുതിയ ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ പുതിയ സാഹചര്യങ്ങൾ മൂലം ഉപരോധത്തിൽ നിന്ന് ഇന്ത്യക്ക് ഇളവ് ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ഇതോടെ റഷ്യൻ എണ്ണ വാങ്ങാനാണ് ഒരുങ്ങുന്നത്. ട്രംപിന്റെ തന്നെ വാക്കുകൾ പരിഗണിച്ചാൽ ഇറാനിലെ സൈനിക നടപടിക്ക് 4 ആഴ്ചയിൽ കൂടുതൽ വേണ്ടിവരില്ല. അത്രയും ദിവസം പിടിച്ചു നിൽക്കാനുള്ള കരുതൽ ശേഖരം നിലവിൽ ഇന്ത്യക്കുണ്ടെന്നാണ് കരുതുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ LPG വിതരണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. വാണിജ്യ താൽപ്പര്യങ്ങൾ മുൻനിർത്തി എണ്ണ വിതരണ ശൃംഖല സുരക്ഷിതമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും. ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ ഒരു അടിയന്തര ക്രൂഡ് സപ്ലൈ പ്ലാൻ സജ്ജമാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് നേരത്തെ സൂചനകൾ നൽകിയിരുന്നെങ്കിലും നിലവിലെ സാഹചര്യം പരിഗണിച്ച് കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യം കേന്ദ്ര സർക്കാർ സജീവമായി പരിഗണിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത ഊർജ്ജ സുരക്ഷയെ ബാധിക്കാതിരിക്കാൻ റഷ്യയിൽ നിന്നുള്ള വിതരണം വർദ്ധിപ്പിക്കുക എന്നതാകും ഇന്ത്യക്ക് മുന്നിലുള്ള വഴി. ലഭ്യതയിൽ പെട്ടെന്ന് കുറവുണ്ടായില്ലെങ്കിലും ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാകും. നിലവിൽ ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $80 കടന്നിട്ടുണ്ട്. യുദ്ധഭീതി തുടർന്നാൽ ഇറക്കുമതി ചെലവ് വൻതോതിൽ വർദ്ധിക്കാനും ഇത് ആഭ്യന്തര വിപണിയിൽ പെട്രോൾ, ഡീസൽ വില ഉയരാനും കാരണമായേക്കാം.